എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ പവിത്രമായ നിമിഷത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും ആശ്വാസവും വന്നു ചേരട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ജോലിയിലും തീരുമാനങ്ങളിലും എല്ലാ ചുവടുകളിലും ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും എന്തു ചെയ്യുകയാണെങ്കിലും ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. അവിടുന്ന് നിങ്ങളെ കാണുന്നു, നിങ്ങളുടെ സാഹചര്യം അറിയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക, ആഴത്തിൽ ശ്വസിക്കുക, അകത്തേക്ക് ശ്വസിക്കുക, പുറത്തേക്ക് വിടുക. പതുക്കെ, സാവധാനം. നിങ്ങളുടെ മനസ്സ് ശാന്തമാകട്ടെ. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാകണമെന്നില്ല. നിങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടെ ഇരിക്കണമെന്നില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം. പ്രധാനം നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുക എന്നത് മാത്രമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവിടുത്തെ സ്നേഹം നിങ്ങളെ ചുറ്റിപ്പിടിക്കുന്നു. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ വന്നു ചേരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു. നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. നിങ്ങൾക്കായി ദൈവം വഴിയൊരുക്കുന്നു. രാവിലെ കണ്ണു തുറക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നേക്കാം. ഇന്നെന്തു സംഭവിക്കും എന്ന ആശങ്ക, ജോലിയിൽ വരുന്ന വെല്ലുവിളികൾ, എടുക്കേണ്ട തീരുമാനങ്ങൾ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം വഴി കാണുന്നില്ല എന്ന്, ഏതു ദിശയിലേക്ക് പോകണമെന്നറിയില്ല എന്ന്, തെറ്റായ തീരുമാനമെടുത്താലോ എന്ന ഭയം. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, യാത്രയിൽ പോകുമ്പോൾ മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാകാം. ഇന്നെല്ലാം ശരിയാകുമോ എന്ന സംശയം. ജോലി സ്ഥലത്തെത്തുമ്പോൾ പുതിയ വെല്ലുവിളികൾ നേരിടാം. സഹപ്രവർത്തകരുമായുള്ള ബന്ധങ്ങൾ, മുകളിൽ നിന്നുള്ള സമ്മർദ്ദം, ഉത്തരവാദിത്തങ്ങളുടെ ഭാരം. ചിലപ്പോൾ തോന്നാം എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കണമെന്ന്, ആരും മനസ്സിലാക്കുന്നില്ല എന്ന്, ആരും സഹായിക്കുന്നില്ല എന്ന്. ചെറിയ തീരുമാനങ്ങളും വലിയ തീരുമാനങ്ങളും എടുക്കേണ്ടി വരുമ്പോൾ ഉള്ളിൽ ഒരു പേടിയുണ്ടാകാം. ഇത് ശരിയായ തീരുമാനമാണോ എന്ന്. സാമ്പത്തിക ആശങ്കകൾ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇതൊന്നും ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ല. നിങ്ങളുടെ എല്ലാ ഭയങ്ങളും എല്ലാ ആശങ്കകളും ദൈവത്തിനറിയാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സത്യമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും കാണാനാവില്ല, എന്നാൽ അത് എല്ലായ്പ്പോഴും യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കാതെ പോകുമ്പോഴാണ്. അപകടം സംഭവിക്കാതിരിക്കുന്നത്, രോഗം വരാതിരിക്കുന്നത്, തെറ്റായ തീരുമാനമെടുക്കാതിരിക്കുന്നത്. നിങ്ങൾ കാണാത്ത നിമിഷങ്ങളിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നു. നിങ്ങളറിയാത്ത അപായങ്ങളിൽ നിന്നും അവിടുന്ന് നിങ്ങളെ കാത്തുകൊള്ളുന്നു. ദൈവം നിങ്ങളുടെ മുൻപിലും പിന്നിലും വലതുവശത്തും ഇടതുവശത്തും എല്ലായിടത്തും കാവലായി നിൽക്കുന്നു. നിങ്ങളുടെ പ്രഭാതം മുതൽ രാത്രി വരെ ഓരോ നിമിഷവും അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും അവിടുന്ന് ജാഗരൂകനാണ്. നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ വീട്ടിൽ, എല്ലായിടത്തും ദൈവത്തിൻ്റെ കണ്ണ് നിങ്ങളുടെ മേലുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഓർക്കുന്നുണ്ടോ? അവരറിയാത്ത ദിശയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വഴി അറിയില്ലായിരുന്നു. ലക്ഷ്യം ദൂരെയായിരുന്നു. എന്നാൽ ദൈവം അവർക്ക് വഴി കാണിച്ചു. പകൽ ഒരു മേഘസ്തംഭത്തിൽ, രാത്രി ഒരു അഗ്നിസ്തംഭത്തിൽ. അവരത് കണ്ടു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരനുഭവിച്ചു. വഴി അറിയില്ലായിരുന്നെങ്കിലും നയിക്കുന്നവനെ അറിയാമായിരുന്നു. അവർ പോകേണ്ട സ്ഥലം അറിയില്ലായിരുന്നു. എത്ര സമയമെടുക്കും എന്നറിയില്ലായിരുന്നു. എന്നാൽ ദൈവം കൂടെയുണ്ട് എന്നറിയാമായിരുന്നു. മേഘസ്തംഭം നീങ്ങുമ്പോൾ അവർ നീങ്ങി. അത് നിൽക്കുമ്പോൾ അവർ നിന്നു. അവരനുസരിച്ചു, വിശ്വസിച്ചു, അനുഗമിച്ചു. ദൈവം പകലിലും രാത്രിയിലും അവർക്കായി വഴി തെളിച്ചു. അവിടുന്ന് ഒരു നിമിഷം പോലും അവരെ ഉപേക്ഷിച്ചില്ല. എല്ലായ്പ്പോഴും മുന്നിലായിരുന്നു, നയിച്ചുകൊണ്ടായിരുന്നു. ഇന്ന് നിങ്ങളും അതേ ദൈവത്തെ ആശ്രയിക്കുന്നു. നിങ്ങൾക്കും വഴികാട്ടി വേണം, നയനം വേണം, ദിശ വേണം. നിങ്ങളുടെ ജോലിയിൽ ദൈവം വഴി തെളിയിക്കും. തീരുമാനങ്ങളെടുക്കുമ്പോൾ വഴി കാണിക്കും. സാഹചര്യങ്ങൾ ക്രമീകരിക്കും. നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അവരുടെ സുരക്ഷയും സംരക്ഷണവും നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നു. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർ സുരക്ഷിതരായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ശരിയായ സുഹൃത്തുക്കളെ കണ്ടെത്തണമെന്ന്, നല്ല പഠനം നടത്തണമെന്ന്. ഭാര്യയോ ഭർത്താവോ ജോലിക്ക് പോകുമ്പോൾ മടങ്ങി വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന്, സന്തോഷത്തോടെ ഇരിക്കണമെന്ന്,
മാതാപിതാക്കൾ പ്രായമായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ആരോഗ്യം, അവരുടെ ആവശ്യങ്ങൾ നിങ്ങളെ വിചാരപ്പെടുത്തുന്നു. നിങ്ങളുടെ ജോലിയിൽ വെല്ലുവിളികളുണ്ട്. പദ്ധതികൾ പൂർത്തീകരിക്കണം, ടാർഗറ്റുകൾ നേടണം, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തണം. ചിലപ്പോൾ തോന്നാം നിങ്ങൾക്ക് കഴിവില്ല എന്ന്, മതിയാകില്ല എന്ന്, നിങ്ങളാൽ സാധിക്കില്ല എന്ന്. യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങളെക്കുറിച്ച് വിചാരിക്കാം. വാർത്തകൾ കേൾക്കുമ്പോൾ ഭയം വരാം. ലോകത്തെ അവസ്ഥ കണ്ട് ഉത്കണ്ഠപ്പെടാം. എന്നാൽ ഇവിടെ ഒരു വാഗ്ദാനമുണ്ട്. ദൈവം നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നു. നിങ്ങളുടെ ഭാര്യയെയോ ഭർത്താവിനെയോ ദൈവം കാത്തുകൊള്ളുന്നു. അവരുടെ ഹൃദയം നയിക്കുന്നു, അവരുടെ ചുവടുകൾ കാക്കുന്നു. നിങ്ങളുടെ കുട്ടികളെ ദൈവം സ്നേഹിക്കുന്നു, അവരെ നിങ്ങളെക്കാൾ കൂടുതൽ. അവരുടെ ജീവിതം അവിടുത്തെ കൈകളിലാണ്. അവിടുന്ന് അവർക്കായി പദ്ധതികളുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾക്കായി ദൈവം ശ്രദ്ധിക്കുന്നു. അവരുടെ നാളുകൾ അവിടുന്ന് ഗണിച്ചിരിക്കുന്നു. അവരെ കരങ്ങളിൽ വഹിക്കുന്നു. നിങ്ങളുടെ ജോലിയിൽ ദൈവം കൂടെയുണ്ട്. നിങ്ങളുടെ കഴിവുകൾ അവിടുന്ന് വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ബുദ്ധി അവിടുന്ന് തെളിയിക്കും. നിങ്ങളുടെ പ്രയത്നങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കും. യാത്രയിൽ ദൈവം നിങ്ങളെ അനുഗമിക്കുന്നു. തെരുവുകളിൽ, വാഹനങ്ങളിൽ, വിമാനങ്ങളിൽ എല്ലായിടത്തും അവിടുത്തെ കണ്ണ് നിങ്ങളുടെ മേലുണ്ട്. വാർത്തകൾ ഭയപ്പെടുത്തുന്നവയാകാം, എന്നാൽ ദൈവം ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നു. അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ട്. ഇനി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ നിമിഷത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. വളരെ സാധാരണക്കാരായ ഞങ്ങൾ, പക്ഷേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ഹൃദയം തൊടണമേ. അവരുടെ മനസ്സിൽ സമാധാനം നൽകണമേ. അവരെവിടെയാണെങ്കിലും എന്തു ചെയ്യുകയാണെങ്കിലും അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. അവരൊറ്റയ്ക്കല്ല എന്നവർക്ക് തോന്നട്ടെ. കർത്താവെ, അവരുടെ ജോലിയിൽ അങ്ങ് വഴിതെളിക്കണമേ. ഇന്ന് അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ നയിക്കണമേ. ശരിയായ വാക്കുകൾ പറയാൻ സഹായിക്കണമേ. അവർ കടന്നുപോകുന്ന വാതിലുകൾ അങ്ങ് തുറക്കണമേ. പോകരുതാത്ത വഴികൾ അടയ്ക്കണമേ. കാണേണ്ട അവസരങ്ങൾ കാണിക്കണമേ. അവരുടെ സഹപ്രവർത്തകരോടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണമേ. അവരുടെ മേലുദ്യോഗസ്ഥർക്ക് അവരെ കാണാനും മനസ്സിലാക്കാനും കഴിയട്ടെ. കർത്താവെ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് നിറവേറ്റാൻ കഴിവ് നൽകണമേ. പക്ഷേ അവരൊറ്റയ്ക്ക് ചുമക്കേണ്ട എന്ന് ഓർമ്മിപ്പിക്കണമേ. ആ ഭാരം അങ്ങേക്ക് കൊടുക്കാൻ പഠിപ്പിക്കണമേ. കർത്താവെ, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ. അവരുടെ ഭാര്യയെയോ ഭർത്താവിനെയോ കാത്തുകൊള്ളണമേ. അവരുടെ ഇടയിൽ സ്നേഹം വർദ്ധിപ്പിക്കണമേ. അവരുടെ കുട്ടികളെ അനുഗ്രഹിക്കണമേ. അവർ പോകുന്ന ഇടങ്ങളിൽ അങ്ങയുടെ ദൂതന്മാർ അവരെ ചുറ്റിക്കാക്കട്ടെ. തിന്മകളിൽ നിന്നും കാക്കപ്പെടട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യവും ബലവും നൽകണമേ. അവരുടെ നാളുകൾ നല്ല നാളുകളാക്കണമേ. അവർക്ക് സന്തോഷവും സമാധാനവും നൽകണമേ. കർത്താവെ, ഇന്ന് അവരുടെ വീട്ടിൽ അങ്ങ് വാസമുണ്ടാകട്ടെ. അവരുടെ വാതിലിന്മേൽ അങ്ങയുടെ രക്തം പുരട്ടപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് അവരെ കാക്കണമേ. യാത്ര ചെയ്യുമ്പോൾ അങ്ങ് അവരോട് കൂടെയായിരിക്കണമേ. അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കണമേ. അവർ കാണുന്ന വാർത്തകൾ അവരെ ഭയപ്പെടുത്തിയാലും അങ്ങ് കൂടെയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കണമേ. ലോകത്തിൻ്റെ അവസ്ഥ എങ്ങനെയായാലും അങ്ങയുടെ കൈകളിലെല്ലാം ഉറച്ചിരിക്കുന്നു. കർത്താവെ, ഇപ്പോൾ സംഭവിക്കാത്ത കാര്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ കാണാത്ത അപകടങ്ങളിൽ നിന്നും അങ്ങ് അവരെ കാത്തുകൊള്ളണമേ. അവരുടെ ജീവിതത്തിൽ വരാന് പോകുന്ന പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. അറിയാതെ ചെയ്യാൻ പോകുന്ന തെറ്റുകളിൽ നിന്നും തടയണമേ. ഇന്നവർ കടന്നു പോകാൻ പോകുന്ന സ്ഥലങ്ങളിൽ അങ്ങയുടെ ദൂതന്മാർ മുന്നോടി പോയിരിക്കുന്നു. വഴി സുഗമമാക്കിക്കൊണ്ടിരിക്കുന്നു. അവരെടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ശരിയായവയാകട്ടെ. അങ്ങയുടെ ഹിതം അവർക്ക് മനസ്സിലാകട്ടെ. അങ്ങയുടെ ശബ്ദം അവർക്ക് കേൾക്കാൻ കഴിയട്ടെ. കർത്താവെ, ഇപ്പോൾ അവരുടെ മനസ്സിൽ പേരിടാനാകാത്ത ഭയങ്ങളുണ്ടായിരിക്കാം. വാക്കുകളിൽ പറയാൻ കഴിയാത്ത ആശങ്കകൾ. അവരെന്താണ് ഭയപ്പെടുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ലായിരിക്കാം. പക്ഷേ അങ്ങേക്കറിയാം. അവരുടെ ഉള്ളം കൈപോലെ അറിയാം. ആ ഭയങ്ങളെ അങ്ങ് നീക്കണമേ. ആ ആശങ്കകൾക്ക് പകരം സമാധാനം നൽകണമേ. ഇരുളിൽ വെളിച്ചം പ്രകാശിക്കട്ടെ. അവർക്ക് തോന്നുന്നത് ആരും മനസ്സിലാക്കുന്നില്ല എന്നായിരിക്കാം. പക്ഷേ അങ്ങ് മനസ്സിലാക്കുന്നു, പൂർണ്ണമായി മനസ്സിലാക്കുന്നു. അവർക്ക് തോന്നുന്നത് ആരും കരുതുന്നില്ല എന്നായിരിക്കാം. പക്ഷേ അങ്ങ് കരുതുന്നു. അങ്ങേക്ക് അവർ വളരെ പ്രിയപ്പെട്ടവരാണ്. കർത്താവെ, അങ്ങയുടെ സ്നേഹം അവരെ ചുറ്റി വലയട്ടെ. അങ്ങയുടെ സാന്നിധ്യം അവർക്ക് അനുഭവമാകട്ടെ. അങ്ങയുടെ സമാധാനം അവരുടെ ഹൃദയത്തിൽ നിറയട്ടെ. അവർക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങവരെ സൃഷ്ടിച്ചതിനും അവർക്ക് ജീവന് നൽകിയതിനും ഇന്നുവരെ കാത്തുകൊണ്ടതിനും
അങ്ങ് അവരെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല എന്നതിന് സ്തുതി. ഇനിയും ഉപേക്ഷിക്കില്ല എന്നതിന് സ്തുതി. എന്നേക്കും കൂടെയുണ്ട് എന്നതിന് സ്തുതി. അവരുടെ ഭാവി അങ്ങയുടെ കൈകളിൽ ഉറച്ചിരിക്കുന്നു എന്നതിന് സ്തുതി. അങ്ങേക്ക് പദ്ധതികളുണ്ട് എന്നതിന് സ്തുതി. നല്ല പദ്ധതികൾ, ആശാവഹമായ പദ്ധതികൾ. കർത്താവേ, ഈ പ്രാർത്ഥന കേൾക്കുക, ഈ അപേക്ഷ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ചോദിക്കുന്നു. ആമേന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ ഈ പ്രാർത്ഥന കേട്ടാണ് ഇവിടെ എത്തിയതെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയെങ്കിൽ വീണ്ടും കേൾക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇതൊരു പ്രാർത്ഥനയാണ്, നിങ്ങൾക്കായുള്ള ഒരു പ്രാർത്ഥന. ദൈവവും നിങ്ങളും തമ്മിലുള്ള ഒരു സംഭാഷണം. രാവിലെ കേൾക്കാം, ജോലി ചെയ്യുമ്പോൾ കേൾക്കാം, യാത്ര ചെയ്യുമ്പോൾ കേൾക്കാം, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ കേൾക്കാം. നിങ്ങളെപ്പോൾ കേൾക്കുന്നെങ്കിലും ദൈവം നിങ്ങളോടൊപ്പമാണ്. അവിടുന്ന് കേൾക്കുന്നു, അവിടുന്ന് മനസ്സിലാക്കുന്നു, അവിടുന്ന് പ്രതികരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു. കാരണം ദൈവം വഴി തെളിക്കുന്നു, നയിക്കുന്നു, സംരക്ഷിക്കുന്നു. നിങ്ങളിനി ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം ദൈവമുണ്ട്. നിങ്ങളുടെ മുൻപിൽ നടക്കുന്നു, നിങ്ങളുടെ പിന്നിൽ കാവലായി നിൽക്കുന്നു. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഈ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക. വീണ്ടും കേൾക്കുക, വീണ്ടും വിശ്വസിക്കുക, വീണ്ടും ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാം. കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കട്ടെ, നിങ്ങളോട് കരുണയുണ്ടാകട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളിലേക്ക് തിരിക്കട്ടെ, നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. നിങ്ങളുടെ പോക്കിന്മേലും വരവിന്മേലും കർത്താവ് കാവലായിരിക്കട്ടെ, ഇന്നു മുതൽ എന്നേക്കും. നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ പ്രയത്നങ്ങൾ ഫലവത്താകട്ടെ, നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ സ്ഥിരപ്പെടുത്തപ്പെടട്ടെ, നിങ്ങളുടെ വഴികൾ നേരായതാകട്ടെ, നിങ്ങളുടെ ചുവടുകൾ ഉറപ്പിക്കപ്പെടട്ടെ, നിങ്ങളുടെ പാതകൾ സമാധാനത്തിലേക്ക് നയിക്കട്ടെ, നിങ്ങളുടെ കുടുംബം സംരക്ഷിക്കപ്പെടട്ടെ, നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ സുരക്ഷിതരായിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം വസിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ വ്യക്തത വരട്ടെ, നിങ്ങളുടെ ആത്മാവിൽ സന്തോഷം നിറയട്ടെ. കർത്താവ് നിങ്ങളുടെ വഴികാട്ടിയായിരിക്കട്ടെ, നിങ്ങളുടെ സംരക്ഷകനായിരിക്കട്ടെ, നിങ്ങളുടെ സുഹൃത്തായിരിക്കട്ടെ. പകലും രാത്രിയും അവിടുന്ന് നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ. നിങ്ങൾ പോകുന്നിടത്തെല്ലാം അനുഗമിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇനി നിങ്ങൾ പോകുമ്പോൾ സമാധാനത്തോടെ പോകുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നറിഞ്ഞു പോകുക. ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച് പോകുക. നിങ്ങളുടെ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ, നാളെയും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ. എല്ലാ നാളുകളും അനുഗ്രഹിക്കപ്പെട്ടവയായിരിക്കട്ടെ. ദൈവം നിങ്ങളോടൊപ്പമുണ്ട് എന്നേക്കും. ആമേൻ.